ഹായ് കൂട്ടുകാരെ, പ്രയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് അടീനിയത്തിൻ്റെ കെയറിങ്ങിനെ കുറിച്ചിട്ടാണ് പറയാൻ വരുന്നത്. ഇതിന് മുന്നേ ഞാൻ അടീനിയത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ തൈകളൊക്കെ ഉള്ളതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെല്ലാം വലുതായി ഇതേപോലെ നല്ല പൂക്കളൊക്കെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു പഴയ തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ അതേപോലെ പൂക്കളും പിന്നെ വിത്തും വന്നിട്ടുണ്ട്. ആ വിത്ത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിത്ത് എടുത്തിട്ട് പുതിയൊരു പാത്രത്തിലേക്ക് പാകി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ഉണ്ടായി കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു വിത്ത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. നല്ല അപ്പൂപ്പൻ താടി പോലെ അതിൻ്റെ ചുവട്ടിലാണ് ഇതിൻ്റെ ഒരു വിത്ത് പോലെ ഉണ്ടാവുക. പിന്നെ ഇതൊക്കെയാണ് ഞാൻ അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ തൈകളായിട്ടുള്ളത്. നന്നായിട്ട് വലുതായിട്ടുണ്ട്. ഇതാണ് അത്. ചെറിയതായിട്ട് ഉണ്ടെങ്കിലും അതിൽ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചുവട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വണ്ണത്തിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു തൈ ആണെങ്കിലും അതിൽ കണ്ടോ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് അതേപോലത്തെ മറ്റൊന്ന്. ഇതേപോലെ എല്ലാ തൈകളും ഇതേപോലെ നന്നായി വളർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ അടീനിയത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് ഈ അടീനിയം എന്ന് പറയുന്നത്. ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് ഞാൻ ഇതേപോലെ അടുക്കളയിലെ വേസ്റ്റ് തന്നെയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇതിൽ പ്രത്യേകമായിട്ടുള്ള ഒരു വളപ്രയോഗമൊന്നും ഞാൻ ഇതിൽ ചെയ്യുന്നില്ല. എൻ്റെ കയ്യിൽ 3 കളറുകളാണ് ഉള്ളത്. ഈ ഒരു ചെടി നമുക്ക് വിത്തായിട്ടും അല്ലാതെ ഇതിൻ്റെ ഒരു ചെറിയൊരു കൊമ്പ് കട്ട് ചെയ്തിട്ട് നട്ടു കൊടുത്താലും ഇത് നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും. വിത്ത് തന്നെ വേണമെന്നില്ല. ഒരു ചെറിയൊരു കൊമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഏകദേശം ഒരു വിരലിൻ്റെ ഒരു നീളത്തിലുള്ളതാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇത് ഉണ്ടായി കിട്ടുന്ന ഒരു ചെടി കൂടിയാണിത്. ഈ ഒരു ചെടി എന്ന് പറയുന്നത് വെള്ളം അങ്ങനെ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ്. ആഴ്ചയിൽ ഒരു തവണ നനച്ചു കൊടുത്താലും നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും. ഇതിന് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ചീച്ചിൽ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ നനച്ചു കൊടുത്താലും വലിയ കുഴപ്പമില്ല. പിന്നെ ഓവർ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഈ ചെടി അധികം മഴയൊന്നും കൊള്ളാത്ത സ്ഥലത്തേക്ക് വേണം മാറ്റി വെച്ച് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ഇതിൽ ചാണകവെള്ളം നമ്മൾ കലക്കിയിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടും. ഓവർ വലുതായിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് നട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതേപോലെ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും. ഞാൻ പിന്നെ ആ വലിയതായി നിൽക്കുന്നത് വിത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ വലുപ്പത്തിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്ത് നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും. ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.